നമസ്കാരം. എൻ്റെ പേര് അജിത സൈജു. പോട്ടൂർ നിവാസിയാണ്. RCM എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ ഔട്ട്ലെറ്റ് നടത്തി വരികയാണ്. ഈയിടെയായി സ്വാമി ശക്തിബോധിയെ പരിചയപ്പെടാനിടയായി. അദ്ദേഹത്തിനോട് 3 ചോദ്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിലെ ആദ്യത്തെ ചോദ്യം ഇതാണ്: ഇന്ന് നമ്മുടെ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളിൽ വെച്ച് ഏറ്റവും ശരിയായി നടക്കുന്നു എന്ന് തോന്നുന്ന 3 കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതുപോലെ തന്നെ രണ്ടാമത്തെ ചോദ്യം: നമുക്കൊരു ആത്മാവുണ്ട്, നമുക്കൊരു ശരീരമുണ്ട്. ഈ ഒരു ആത്മാവ് ഒരു ശരീരത്തെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്? മൂന്നാമത്തെ ചോദ്യം ഇതാണ്: സോഷ്യൽ മീഡിയയുടെ ഉപയോഗം ദുരുപയോഗമായി മാറുന്ന കാലം. എങ്ങനെയാണ് നമ്മൾക്ക് മാറ്റങ്ങൾ വരുത്തേണ്ടത്? സമൂഹത്തിൽ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ കുടുംബങ്ങളിൽ നിന്ന് ആരംഭിക്കണം. ഓരോ കുടുംബങ്ങളിലും ഇന്ന് മാറ്റം വരുത്തി ആചരിക്കേണ്ട ദിനചര്യകളെക്കുറിച്ച് ഒന്ന് വിവരിച്ചാൽ കൊള്ളാം. നമസ്കാരം. ശക്തിബോധി ഗുരുകുലം ചാനലിൻ്റെ ചോദ്യോത്തരം പങ്ക്തിയിലെ 4ാമത്തെ എപ്പിസോഡിലേക്കാണ് നമ്മളിന്ന് പ്രവേശിക്കുന്നത്. ഇന്ന് ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത് പോട്ടൂർ സ്വദേശിനിയായ അജിത സൈജു ആണ്. അജിത 3 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. 3 ചോദ്യങ്ങളും ആദ്യം ഒന്ന് വായിക്കാം. ഇന്ന് ലോകത്ത് നടക്കുന്നതിൽ പരമാവധി ശരിയായി നടക്കുന്നു എന്ന് തോന്നുന്ന 3 കാര്യങ്ങൾ. രണ്ടാമത്തെ ചോദ്യം: സോഷ്യൽ മീഡിയയുടെ അതിരുകടന്ന ഉപയോഗവും സ്വാധീനവും കുടുംബങ്ങളിൽ നിന്ന് കുറച്ചു കൊണ്ടുവരുവാനുള്ള ഒരു ദിനചര്യ എങ്ങനെ രൂപപ്പെടുത്താം? മൂന്നാമത്തെ ചോദ്യം: ഒരു ആത്മാവ് ശരീരം തിരഞ്ഞെടുക്കുന്നത് എങ്ങനെ? ഈ 3 ചോദ്യങ്ങളും വളരെ വിശദമായ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടുന്ന വിധം സൂക്ഷ്മ സ്വഭാവമുള്ളതും ഗൗരവ സ്വഭാവമുള്ളതുമാണ്. ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ച അജിത സൈജുവിനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. നമ്മൾ ഇനി ഉത്തരത്തിലേക്ക് കടക്കുകയാണ്. ശക്തിബോധി സംസ്ഥാപക ഗുരുനാഥൻ മഹർഷി മഹാകവി ഗുരുശ്രീ കൃഷ്ണകുമാർജിയെ സാദരം സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ ചോദ്യോത്തരം പങ്ക്തിയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ആദ്യത്തെ ചോദ്യം: ഇന്ന് ലോകത്ത് നടക്കുന്നതിൽ പരമാവധി ശരിയായി നടക്കുന്നു എന്ന് തോന്നുന്ന 3 കാര്യങ്ങൾ. എൻ്റെ ഉത്തരം വളരെ ലളിതമാണ്. 3 കാര്യങ്ങൾ മാത്രമേ ലോകത്ത് ശരിയായി നടക്കുന്നുള്ളൂ എന്ന അഭിപ്രായം എനിക്കില്ല. 3 എന്നത് എന്താണ് ഇത്ര പ്രത്യേകമായി എടുത്തു പറഞ്ഞത് എന്നുള്ളത് ചോദ്യകർത്താവിന് അറിയാവുന്ന കാര്യമാണ്. അതെനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ചോദ്യത്തിൽ 3 എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ശരിയായിട്ട് നടക്കുന്നു എന്ന് എനിക്ക് തോന്നുന്ന 3 കാര്യങ്ങൾ ഞാനിവിടെ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കാം. ഒന്ന്, ഐക്യരാഷ്ട്രസഭയുടെ പ്രവർത്തനങ്ങൾ. യുനെസ്കോ ഉൾപ്പെടെ, ലോകാരോഗ്യ സംഘടന ഉൾപ്പെടെ, ആഗോള മനുഷ്യാവകാശ പ്രസ്ഥാനം ഉൾപ്പെടെയുള്ള ഐക്യരാഷ്ട്രസഭയുടെ പ്രവർത്തനങ്ങൾ പരമാവധി നല്ല രീതിയിൽ തന്നെയാണ്, അഭിനന്ദനീയമായ രീതിയിൽ തന്നെയാണ് നടക്കുന്നത് എന്ന് ലോകത്തെക്കുറിച്ച് സാമാന്യം വിവരമുള്ള ധാരണയുള്ള എല്ലാവർക്കും ഉറപ്പായിട്ടും പറയാനാകും. രണ്ടാമത്തെ കാര്യം, ലോകത്ത് ഏറ്റവും നന്നായി നടക്കുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, നോബൽ സമ്മാന നിർണയവും പ്രഖ്യാപനവുമാണ്. അതിൽ തന്നെ പ്രത്യേകിച്ച് സായൻസിക വിഷയങ്ങളിൽ ഊർജതന്ത്രം, രസതന്ത്രം, ജീവശാസ്ത്രം തുടങ്ങിയ ശാസ്ത്രീയ മേഖലകളിലെ അവാർഡ്, നോബൽ അവാർഡ് പ്രഖ്യാപനങ്ങൾ, അതിൻ്റെ നിർണയങ്ങൾ, അതിനായിട്ട് അവർ തിരഞ്ഞെടുക്കുന്ന വ്യക്തിത്വങ്ങൾ, ഗവേഷണങ്ങൾ, ഇതൊക്കെ തന്നെ നല്ല നിലയിൽ നടക്കുന്ന ഒരു അവാർഡ് വിതരണ രീതിയാണ് നോബൽ പ്രൈസിൻ്റേത് എന്ന് പറയാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. അവാർഡുകൾ ഇപ്പോൾ പലപ്പോഴും അവാർഡ് കിട്ടുക എന്ന് പറയുന്നത് ഒരു അംഗീകാരം എന്നതിനേക്കാൾ ഉപരി ഒരു അപഹാസ്യതയാകുന്നൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. കാരണം ഞാൻ തന്നെ കുറച്ച് കാശെടുത്ത് ഒരു കമ്മിറ്റിക്ക് കൊടുത്തിട്ട് ആ കമ്മിറ്റി ഞാൻ കൊടുത്ത കാശിൻ്റെ പകുതി എനിക്ക് തന്നെ മറ്റൊരു കവറിലിട്ടിട്ട് ഒരു 10 ആളെ വിളിച്ച് ചായയും പരിപ്പുവടയും കൊടുത്ത്
എനിക്ക് ഇന്ന അവാർഡ് നൽകുന്നു എന്ന് പറയുന്ന ഒരു ഏർപ്പാടിനെയാണ് നമ്മളിപ്പോൾ അവാർഡ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അഭിനന്ദനം കാശ് കൊടുത്ത് വാങ്ങുന്ന ഒരവസ്ഥ. ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് നോക്കുമ്പോഴാണ് നോബൽ സമ്മാനം എന്ന് പറയുന്നതിൻ്റെ അവാർഡ് നിർണയ രീതികൾ വളരെ നല്ല രീതിയിൽ നടക്കുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരുന്നത്. മൂന്നാമത് നല്ലതായിട്ട് നടക്കുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ലോകത്ത് തന്നെ 10ാം ക്ലാസ് വരെയുള്ള കേരളത്തിലെ പൊതുവിദ്യാഭ്യാസം ആണ്. ഇത്രയും നന്നായിട്ട് ലോകത്ത് എവിടെയെങ്കിലും 10ാം ക്ലാസ് ഒരു ജനിച്ച കുട്ടി ജീവിച്ച് വളരുന്നൊരു കുട്ടി 10ാം ക്ലാസ് വരെ പഠിക്കാൻ ഒരു പ്രത്യേക ഇതുമില്ലാതെ പഠിച്ചിരിക്കും എന്ന് ഉറപ്പുള്ള ഒരു സംസ്ഥാനം ഇന്ന് ലോകത്ത് കേരളം മാത്രമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനായിട്ട് പ്രവർത്തിച്ച നമ്മുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി മുണ്ടശ്ശേരി മുതൽ കഴിഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് വരെയുള്ള എല്ലാ വിദ്യാഭ്യാസ പ്രവർത്തകരെയും രാഷ്ട്രീയ പ്രവർത്തകരെയും ഭരണ നേതൃത്വത്തിലിരുന്ന പ്രഗത്ഭമതികളെയും ഒക്കെ സാദരം സ്മരിക്കുന്നു. ഇനി രണ്ടാമത്തെ അജിതയുടെ ചോദ്യമാണ്. അത് സോഷ്യൽ മീഡിയയുടെ അതിരുകടന്ന ഉപയോഗവും സ്വാധീനവും കുടുംബങ്ങളിൽ നിന്ന് കുറച്ചു കൊണ്ടുവരുവാനുള്ള ഒരു ദിനചര്യ എങ്ങനെ? ഒന്നാമത്തെ കാര്യം ഞാൻ പറയുകയാണ്, സ്വാധീനം ഒരു തെറ്റല്ല. കാരണം നമ്മൾ ഒന്നിനാലും സ്വാധീനിക്കപ്പെടുന്നില്ലെങ്കിൽ നമ്മൾ ഒരു കല്ല് പോലുമല്ല എന്നാണ് അർത്ഥം. കല്ല് പോലും കാറ്റിനും മഴയ്ക്കും വെയിലിനും സ്വാധീനിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ജീവനുള്ള മനുഷ്യൻ പലതിനാലും സ്വാധീനിക്കപ്പെടുന്നത് കൊണ്ടാണ് മനുഷ്യനിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത്. മാറ്റങ്ങൾ ഉണ്ടാവുന്നത് കൊണ്ടാണ് മനുഷ്യൻ മഹത്വപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് സ്വാധീനങ്ങൾ ഒരു തെറ്റല്ല. പക്ഷേ അതിര് കടന്നാൽ എല്ലാം തെറ്റാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയുടെ അതിര് കടന്ന സ്വാധീനങ്ങളിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ സ്വയം വിമോചിതരാവുന്നതിന് ശീലിക്കേണ്ട ദിനചര്യ എന്ത് എന്നാണ് ചോദ്യം. ഇത് വളരെ സമകാലിക പ്രസക്തിയുള്ള ഒരു പ്രശ്ന വിഷയമാണ്. എല്ലാ വീടുകളിലും ഈ വിഷയമുണ്ട്. മക്കൾ പഠിക്കുന്നില്ല, ഭാര്യയും ഭർത്താവും സംസാരിക്കുന്നില്ല, എല്ലാവരും ഒരേ വീടിൻ്റെ അകത്ത് തന്നെ ഒരുപാട് അകലങ്ങളിൽ കഴിയുന്നൊരവസ്ഥയാണ്. മൊബൈൽ എന്ന് പറയുന്ന ഉപകരണം നമ്മുടെ കയ്യിലിരുന്നു കൊണ്ട് നമ്മുടെ ജീവിതത്തെ തന്നെ ബന്ധങ്ങളിൽ നിന്ന് വേർപെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അവരവരുടെ മൊബൈലിൽ നോക്കുകയാണ്. ആരും മറ്റൊരങ്ങളിലേക്ക്, മറ്റൊരു മനുഷ്യനിലേക്ക് നോക്കുന്നില്ല എന്നുള്ളൊരവസ്ഥ തീർച്ചയായിട്ടും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനെ നമ്മൾ പറയേണ്ടത് സ്വാധീനം എന്നാണോ അഥവാ അടിമത്വം എന്നാണോ? അടിമത്വം എന്നാണ് പറയേണ്ടത് എന്ന് തോന്നുന്നു. സോഷ്യൽ മീഡിയയുടെ അടിമത്വത്തിൽ നിന്ന് മനുഷ്യനെ എങ്ങനെയാണ് മോചിപ്പിക്കുക എന്നുള്ളത്. അതിനൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഭക്ഷണം നമ്മൾ ഒരുമിച്ചിരുന്ന് കഴിക്കുമെന്ന് തീരുമാനിക്കണം. പ്രാർത്ഥന ഒരുമിച്ച് ചെയ്യും എന്ന് ഞാൻ പറയില്ല. കാരണം പ്രാർത്ഥന ഓരോരുത്തരുടെയും സ്വകാര്യമായ ഒരു ധ്യാന മുഹൂർത്തം കൂടിയാണ്. അപ്പോൾ ഓരോരുത്തർക്കും സ്വകാര്യമായി പ്രാർത്ഥിക്കുന്നതിന് താല്പര്യം ഉണ്ടായിരിക്കാം. ഇനി പ്രാർത്ഥിക്കാൻ തന്നെ താല്പര്യമില്ലാത്ത ആളുകളുണ്ടാവും നമ്മുടെ വീടുകളിൽ. അതിനുള്ള സ്വാതന്ത്ര്യവും ജനാധിപത്യ സമൂഹത്തിലുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും കൂടി ഒന്നിച്ച് പ്രാർത്ഥിക്കണം എന്ന് ഞാൻ പറയില്ല. മറിച്ച് എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം എന്ന് ഞാൻ പറയും. സ്വന്തം വീട്ടിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ പുരോഗതിയാണ് എന്ന് ഞാൻ പറയില്ല. ഇവിടെ എല്ലാ മനുഷ്യരും ജാതി മതഭേദമന്യേ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ പുരോഗമിച്ചു എന്നതിൻ്റെ നവോത്ഥാന സാക്ഷ്യമായിട്ട് നമ്മൾ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. സഹോദരൻ അയ്യപ്പനൊക്കെ പന്തിഭോജനം നടത്തിയിരുന്നു, മിശ്രഭോജനം നടത്തിയിരുന്നു. എല്ലാ ജാതി മതസ്ഥരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്ന് പറയും. ഈ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴാണ് മനുഷ്യരും തമ്മിലൊരു ബന്ധം ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു വീട്ടിൽ ഒരു നേരമെങ്കിലും എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും എന്നുള്ളൊരു തീരുമാനം എല്ലാവരും കൂടി ചേർന്ന് എടുക്കുകയും അത് എല്ലാവരും കൂടി നടപ്പാക്കുകയും ചെയ്യുക, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം,
ഒരു ദിവസത്തിൽ ഒരു അരമണിക്കൂർ നേരം നിങ്ങൾക്കിഷ്ടപ്പെട്ട മൊബൈലിലൂടെ അറിഞ്ഞ റീൽസോ അല്ലെങ്കിൽ ഒരു പ്രസംഗമോ അല്ലെങ്കിൽ ഒരു സ്കിറ്റോ അങ്ങനെ എന്താണെങ്കിലും എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുകയും അതേക്കുറിച്ച് നിങ്ങൾക്ക് എന്തുകൊണ്ട് അത് പ്രിയപ്പെട്ടതായി തോന്നി എന്നതിനെക്കുറിച്ച് നിങ്ങളുടെ വീട്ടിലെ അംഗങ്ങളോട് എല്ലാവരോടും സംസാരിക്കുകയും ചെയ്യുമെന്ന് പറയുക. അങ്ങനെ ഒരു തീരുമാനം എടുക്കുക. അപ്പോൾ നിങ്ങൾ അരമണിക്കൂർ ഇരുന്ന് ഒന്നിച്ച് മുഖത്തോട് മുഖം നോക്കി സംസാരിക്കുന്ന ഒരു രീതിയെങ്കിലും ഉണ്ടായി വരും. ഇതൊക്കെയാണ് ഈ അടിമത്വത്തിൽ നിന്ന് നമ്മൾ എല്ലാവരും എന്നതിലേക്ക്, ഞാൻ മാത്രം എന്നതിലേക്ക് നമ്മളെ ചുരുക്കി കൊണ്ടുവരികയാണ് യഥാർത്ഥത്തിൽ മൊബൈൽ ചെയ്യുന്നത് എന്ന് ഒരു വശത്തിൽ കൂടെ പറയാം. അതിന് പകരം നമ്മൾ എല്ലാവരിലേക്കും വളരാൻ മൊബൈലിനെ എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ മൊബൈലിൽ കൂടെ എല്ലാവരിലേക്കും വളരുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു ദുരന്തമൊക്കെ ഉണ്ടാകുമ്പോൾ ഈ മൊബൈലിൽ കൂടെ തന്നെയാണ് പരസ്പരം ആശയങ്ങൾ കൈമാറി, സഹായങ്ങൾ കൈമാറി, അതിനെയൊക്കെ ഒരുമിച്ച് കൂട്ടി ഒരു സഹായം ആവശ്യമുള്ളിടത്തേക്ക് നമ്മൾ കൊണ്ടെത്തിക്കുന്നതൊക്കെ ഈ മൊബൈൽ സംവിധാനം ഉപയോഗിച്ച് തന്നെയാണ്. അപ്പോൾ ഇതിന് ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങളെ നമ്മൾ വീട്ടിൽ നിന്ന് വളർത്തിയെടുക്കുന്ന തരത്തിലേക്ക് ഒരു ശീലം വികസിപ്പിച്ച് എടുക്കണം. ആ ശീലം വികസിപ്പിച്ചെടുക്കാനുള്ള 1-2 ഉപായങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, മൊബൈലിൽ നിങ്ങൾ അറിഞ്ഞ ഒരു കാര്യം, നിങ്ങളെ ഏറ്റവും കൂടുതൽ പ്രീതിപ്പെടുത്തിയ ഒരു കാര്യം എല്ലാവരുമായിട്ട് ഒരു അരമണിക്കൂർ ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്യും എന്ന് തീരുമാനിക്കുക. അത് നിങ്ങളുടെ അറിവ് വികസിക്കുന്നതിനും പരസ്പര വിനിമയം വികസിക്കുന്നതിനും സഹായിക്കും. ഇനി ഒരു കാര്യം കൂടിയും പറയാനുള്ളത്, 3ാമത്തെ ചോദ്യം അജിതയുടേത് ആത്മാവ് എങ്ങനെയാണ് ശരീരത്തെ തിരഞ്ഞെടുക്കുന്നത് എന്നതാണ്. ഇതിനെക്കുറിച്ച് ഞാനിങ്ങനെ ഒരു 5 മിനിറ്റ് സംസാരിച്ചാൽ പോരാ. അതുകൊണ്ട് ഈ ചോദ്യം തീർച്ചയായും അടുത്ത എപ്പിസോഡിൽ, എന്ന് പറഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞാൽ പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും. ഞാൻ മറുപടി പറഞ്ഞു വെച്ചിട്ടുണ്ട്. 2 ദിവസം കഴിഞ്ഞാൽ അത് പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും. ഇന്ന് ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ചോദ്യം ചോദിച്ച അജിതയ്ക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.